സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ദേഷ്യം വന്നാൽ അങ്ങേയറ്റം വെറുപ്പും ദേഷ്യവുമാണ്. ഇങ്ങനെ പെരുമാറുന്ന ചിലര് നമുക്കിടയിൽ ഉണ്ടായിരിക്കും. വേണ്ടപ്പെട്ടവർക്കിടയിൽ അങ്ങേയറ്റം ദേഷ്യം, അങ്ങേയറ്റം സ്നേഹം, അങ്ങേയറ്റം വെറുപ്പ് ഇങ്ങനെ കാണിക്കുന്നത് അവർക്ക് ഇടയിലുള്ള ഒരവസ്ഥ അറിയാതെ പോകും. ഇത്തരക്കാരെ കൊണ്ട് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും മാനസികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവർ തന്നെയാണെന്നേ. കാരണം കാലങ്ങളായിട്ട് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ചില വിഷമങ്ങളുണ്ട്, അടിയുറച്ച ചില വിശ്വാസങ്ങളുണ്ട്. തന്നെ ആർക്കും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല, സ്നേഹത്തിനൊട്ടും അർഹതയുള്ള വ്യക്തിയല്ല താൻ, ആവശ്യങ്ങൾക്ക് മാത്രമേ തന്നെ പലരും സ്നേഹിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള തോന്നലുകളാണ്. കുട്ടിക്കാലത്തുണ്ടാകുന്ന അനുഭവം, കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന ചില വിശ്വാസങ്ങൾ, ഇവയൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാരണങ്ങൾ. ചിലരെ സംബന്ധിച്ച് ഒരുപാട് ഇമോഷൻസിനെ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ നടന്നിട്ടുണ്ട്. ദേഷ്യം വന്നപ്പോഴും, നിരാശ വന്നപ്പോഴും, സങ്കടം വന്നപ്പോഴും ഒന്നും പുറമെ അത് പ്രകടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടും ഇത്തരത്തിൽ ദേഷ്യമൊക്കെ അങ്ങേയറ്റം കാണിക്കാറുണ്ട്, ദേഷ്യവും സ്നേഹവും ഒക്കെ കാണിക്കാറുണ്ട്. മൂന്നാമത്തെ ഒരു കൂട്ടരെന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫിലുണ്ടായ ട്രിഗർ അതേപടി വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ അവർക്ക് സഹിക്കില്ലല്ലോ. അത്തരത്തിൽ ദേഷ്യപ്പെടുകയും അത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. വൈകാരികമായിട്ട് അവരനുഭവിക്കുന്ന ഒരു മാനസിക നില ആ സമയത്ത് വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് അവർ നിങ്ങളെ വേണ്ടപ്പെട്ടവരാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് തൽക്കാലം നമുക്ക് അവരെ ഒന്ന് മനസ്സിലാക്കാനും അവരുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ വേണ്ട ഒരു സേഫ് ആയ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനുമായിട്ട് കഴിഞ്ഞാൽ ബെറ്റർ.